ദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങളുടെ കടന്നുവരവോടെ പത്രമാധ്യമങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലത്തു കൂടിയാണ് നമ്മൾ കടന്നുപോകുന്നത്. മലയാളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങൾക്കെല്ലാം തന്നെ കഴിഞ്ഞ കുറച്ച് കാലയളവെടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ സർക്കുലേഷനിൽ വലിയ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻസിൻ്റെ കണക്ക് പ്രകാരം ഒരു മലയാള പത്രം മാത്രം അതിൻ്റെ സർക്കുലേഷൻ വർദ്ധിപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ പത്രം മറ്റേതുമല്ല, CPMന്റെ മുഖപത്രമായ ദേശാഭിമാനി. ദേശാഭിമാനി 17,414 കോപ്പികൾ വർദ്ധിപ്പിച്ച് അതിൻ്റെ സർക്കുലേഷൻ ഉയർത്തിയിരിക്കുകയാണ്. മറ്റ് മലയാള പത്രങ്ങൾ ഒന്നാം സ്ഥാനത്ത്, സർക്കുലേഷനിൽ ഒന്നാം സ്ഥാനത്തുള്ള മലയാള മനോരമയ്ക്ക് 1,04,015 കോപ്പികൾ കുറഞ്ഞപ്പോൾ, രണ്ടാം സ്ഥാനത്തുള്ള മാതൃഭൂമിക്ക് 74,679 കോപ്പികൾ കുറഞ്ഞപ്പോൾ, ദേശാഭിമാനി മാത്രം 17,414 കോപ്പികൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ പത്രങ്ങളെല്ലാം പൂട്ടിക്കെട്ടാൻ പോവുകയാണ് എന്ന് പ്രചരിപ്പിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ദേശാഭിമാനിയുടെ ഈ നേട്ടം. ദേശാഭിമാനിയുടെ ഈ നേട്ടം പുറത്തുവിട്ടത് ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻസ് എന്ന ഇന്ത്യയിലെ പത്രമാധ്യമങ്ങളുടെ സർക്കുലേഷനും മറ്റും കണക്കാക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ്. അവരുടെ 2 ഓഡിറ്റ് കാലയളവിലെ റിപ്പോർട്ട് അനുസരിച്ചാണ് ദേശാഭിമാനി ഇത്ര വലിയൊരു വർധനവ് അതിൻ്റെ സർക്കുലേഷനിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ദേശാഭിമാനിയുടെ മുൻ പേജ് വാർത്തയായി അവർ നൽകിയിട്ടുണ്ട്. അതിലവർ പറയുന്ന മറ്റൊരു പ്രസക്തമായ കാര്യം ഇങ്ങനെയാണ്: കോട്ടയം, കണ്ണൂർ യൂണിറ്റുകളിൽ പ്രചാരത്തിൽ ദേശാഭിമാനി 2ാം സ്ഥാനത്താണ്. സംസ്ഥാനത്ത് ഒന്നാമതുള്ള പത്രത്തേക്കാൾ കണ്ണൂരിൽ 14,180 കോപ്പികൾ ദേശാഭിമാനിക്ക് കൂടുതലുണ്ട്. സംസ്ഥാനത്തെ 2ാമത്തെ പത്രത്തേക്കാൾ 20,000-ഓളം കോപ്പികൾ കോട്ടയത്ത് ദേശാഭിമാനിക്ക് കൂടുതലുണ്ട്. കോവിഡ് ഇടവേളയ്ക്ക് ശേഷം ABC 2022 നടത്തിയ കണക്കെടുപ്പിലും മലയാള പത്രങ്ങളിൽ വളർച്ച രേഖപ്പെടുത്തിയത് ദേശാഭിമാനി മാത്രമായിരുന്നു. എന്തുകൊണ്ടായിരിക്കും മലയാളത്തിലെ ബാക്കി പത്രങ്ങൾക്കെല്ലാം സർക്കുലേഷനിൽ ഇടിവുണ്ടാകുമ്പോൾ, അതും 1-2 കോപ്പികളുടെ അല്ല, 10,000-കണക്കിന് കോപ്പികളുടെ ഇടിവുണ്ടാകുമ്പോൾ ദേശാഭിമാനിക്ക് മാത്രം അവരുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കും? ഉത്തരം 2. ഒന്ന്, എങ്ങനെ പത്രം പ്രവർത്തിക്കുന്നു എന്ന്. നമുക്കറിയാം, ഈ അടുത്ത ജനുവരിയിൽ ഒരു രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നു. ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പരസ്യമായ ഹത്യ നടന്ന ആ ദിവസം എങ്ങനെയായിരുന്നു മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്? പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യധാര പത്രങ്ങൾ. അവർ ഇതൊരു ആഘോഷത്തെ പോലെ, ഏതോ രാജ്യത്തിൻ്റെ മഹോത്സവത്തെ പോലെയാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ദേശാഭിമാനി എങ്ങനെയായിരുന്നു? അവർ കൃത്യമായി നിലപാടെടുത്തു. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും മതേതരത്വത്തിൻ്റെ പരസ്യമായ ഹത്യയാണെന്നും അവർ തുറന്നെഴുതി. അവർ അത് ആ പ്രാധാന്യത്തോടെ തന്നെ റിപ്പോർട്ട് ചെയ്തു. അതേ ദിവസം മധ്യപ്രദേശിൽ ഒരു ക്രിസ്ത്യൻ പള്ളിക്കെതിരായി നടന്ന അക്രമത്തിൻ്റെ ചിത്രം സഹിതമുള്ള വാർത്ത അവർ മുൻ പേജിൽ നൽകി. അപ്പോൾ റിപ്പോർട്ടിങ്ങിലെ കൃത്യത, ഈ സംഘപരിവാറിന് മുമ്പിൽ മുട്ടിലിഴയാത്ത ഒരു എഡിറ്റോറിയൽ പോളിസി, ഇതൊക്കെ ദേശാഭിമാനിക്ക് മാത്രം ഇന്ന് മലയാളത്തിൽ സ്വന്തമായ ഒരു കാര്യമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ബാക്കി എല്ലാ പത്രങ്ങളും അവരുടെ സംഘപരിവാർ വിധേയത്വം തെളിയിക്കാൻ മത്സരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ അങ്ങനെ സംഘപരിവാറിൻ്റെ മുമ്പിൽ മുട്ടിലിഴയാൻ താല്പര്യപ്പെടാത്തൊരു പത്രമായി തല ഉയർത്തി തന്നെ നിൽക്കുകയാണ് ദേശാഭിമാനി. മണിപ്പൂരിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ട ഘട്ടത്തിലും അത് ഏറ്റവും പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തത് ദേശാഭിമാനിയായി. ആ ദേശാഭിമാനിക്ക് സർക്കുലേഷനിൽ വർധനമുണ്ടായാൽ അത് സ്വാഭാവികമെന്നേ പറയാൻ സാധിക്കൂ. പത്രങ്ങളെ ഇഷ്ടപ്പെടുന്ന, സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ സ്വാഭാവികമായും ദേശാഭിമാനി തിരഞ്ഞെടുക്കും. 2ാമത്തെ പ്രധാനപ്പെട്ട കാര്യം വ്യാജ വാർത്തകൾ. നമുക്കറിയാം, വ്യാജ വാർത്തകൾ ഒരു സ്ഥിരം കഥയായി മാറുന്ന കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ ഈ വ്യാജ വാർത്തകൾ സത്യമെന്നോണം പ്രചരിപ്പിക്കാൻ കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങളെല്ലാം മുമ്പിലുണ്ടായിരുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണം നവകേരള സദസ്സാണ്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഒരു ബസ് സർക്കാർ വാങ്ങിച്ചപ്പോൾ അതിനെക്കുറിച്ച് പൊടിപ്പും തൊങ്ങലും വച്ച വ്യാജ വാർത്തകൾ കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങളെല്ലാം നൽകി. എന്നാൽ ആ ബസ് പുറത്തു വന്നപ്പോൾ ഈ പറഞ്ഞ പത്രങ്ങൾ നൽകിയ വ്യാജ വാർത്തകളിൽ തരിമ്പ് സത്യം പോലുമില്ല എന്ന് തെളിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി വ്യാജ വാർത്തകൾ നൽകുന്ന, സംഘപരിവാറിന് മുമ്പിൽ മുട്ടിലിഴയുന്ന മലയാളത്തിലെ മുഖ്യധാരാ പത്രങ്ങളെ വായനക്കാർ ഉപേക്ഷിക്കുന്നത് സ്വാഭാവികമാണ്. അത്തരത്തിൽ സംഘപരിവാറിന് മുമ്പിൽ മുട്ടിലിഴയാത്ത,
വ്യക്തമായ ഒരു എഡിറ്റോറിയൽ പോളിസിയുള്ള സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെ ഉയർത്തിപ്പിടിക്കുന്ന ദേശാഭിമാനി പോലെയുള്ള പത്രങ്ങൾക്ക് സർക്കുലേഷൻ വർദ്ധിക്കുന്നതിലും ഒട്ടും അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ദേശാഭിമാനിയുടെ നേട്ടം വായനയെ സ്നേഹിക്കുന്ന ഓരോ മലയാളിക്കും അഭിമാനകരമാണ് എന്ന് മാത്രം പറയേണ്ടിയിരിക്കുന്നു.